മുഹബത്തിന്റെ കൂടി രുചിക്കൂട്ടുകൾ ചേർത്താണ് പഴയിടം ഭക്ഷണമൊരുക്കുന്നതെന്ന് എം മുകേഷ് MLA. കൈരളി പ്രേക്ഷകർക്കായി കലയുടെയും രുചിയുടെയും സാമ്രാട്ടുകൾ ഒന്നിച്ചു. രണ്ട് പ്രമുഖരാണ് നമ്മളോടൊപ്പം നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജനകീയമായി ഇടചേർന്ന് ജീവിക്കുന്ന രണ്ട് മനുഷ്യർ. ഒന്ന് കലയുടെ സദ്യ വിളമ്പുന്ന ആളാണെങ്കിൽ ഒന്ന് ഭക്ഷണത്തിൻ്റെ രുചിയുടെ സദ്യ വിളമ്പുന്ന. ഈ രണ്ടുപേരും നമ്മുടെ ജീവിതത്തിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ വെറും അർത്ഥശൂര്യരെന്നാണ് നമുക്ക് പറയാൻ കഴിയുക. മുകേഷ് ഏട്ടാ, ഇപ്പോൾ ഈ മറ്റൊരു കലാമാമാങ്കമാണ് വരുന്നത്. കുട്ടിക്കാലത്ത് ഈ കലാമാമാങ്കത്തിൽ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഒരു കലാകാരനാണല്ലോ, ഉറപ്പായി എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടാവും. എന്തെങ്കിലുമൊക്കെ ഓർമ്മ വരുന്നുണ്ടോ? അല്ല, ഒരുപാട് ഓർമ്മകളുണ്ട്. ഓർമ്മ ഞാൻ ഇതിനകത്ത് സംഘാടക കമ്മിറ്റി അല്ലെങ്കിൽ ഇതിൻ്റെ ചെയർമാനായിട്ട് എന്നെ ബഹുമാനപ്പെട്ട മന്ത്രി നിർദ്ദേശിച്ചപ്പോൾ തന്നെ എല്ലാ കമ്മിറ്റികളിലും മീറ്റിങ്ങുകളിലും ഞാൻ പറയുന്ന ഒറ്റ കാര്യമേ ഉള്ളൂ. ഒരു മത്സരാർത്ഥിയുടെ മനസ്സറിയാവുന്നതുകൊണ്ട് പെർഫോമൻസിന് ഒരു തരത്തിലുള്ള ഒരു കോട്ടവും സംഭവിക്കാൻ പാടില്ല. പെർഫോമൻസാണ് പ്രധാനം. ആ കുട്ടികൾ വന്നിട്ട് ഒരു ചെറിയ കശപിശ അല്ലെങ്കിൽ ഒരു ചെറിയ ശബ്ദം പോലും ഒരു പെർഫോമറെ ബാധിക്കും. ഒരു അങ്കലാപ്പ് വരും. കാര്യം അങ്ങനെയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതിനെ അതിജീവിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഭവം. അത് അങ്ങനെ ഒരു സാഹചര്യം വരുന്നെങ്കിൽ ചെയ്തോട്ടെ. പക്ഷേ അതല്ലാതെ സംഘാടകർ എന്ന നിലയിൽ അവർക്ക് ഒരു തരത്തിലുള്ള, ഇപ്പോൾ ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ രാവിലെ ഉദ്ഘാടനം നടത്തി. ലൈറ്റ് ആൻഡ് സൗണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചിട്ടുള്ള കല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മൂളൽ പോലും ആൾക്കാർ കേൾക്കാതെ വരരുത്. കേൾക്കാതെ പോയാൽ പെർഫോമൻസിനെ ബാധിക്കും. എക്സ്പ്രഷൻ, ഒരു ചെറിയ നോട്ടം, അത് കണ്ണ് തുറന്നാലും താഴ്ന്നാലും എല്ലാം ജനം കാണണം. എന്നാൽ മാത്രമേ എന്താണോ നമ്മൾ കൺവേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് അവരിൽ എത്തത്തുള്ളൂ. അപ്പോൾ അത്രമാത്രം സൂക്ഷ്മതയോടുകൂടിയാണ് നമ്മൾ ഈ സംഘാടക കമ്മിറ്റിയും ഒക്കെ മുന്നോട്ട് പോകുന്നത്. പിന്നെ പഴയിടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഒരു വാചകം നേരത്തെ കൂടെ പറഞ്ഞിട്ട് വേണം പറയാൻ. മുഖ്യമന്ത്രി പല സന്ദർഭങ്ങളിലും പറയാറുണ്ട്, എന്തെല്ലാം വികസനം കൊണ്ടുവന്നാലും അത് ആസ്വദിക്കാനുള്ള ആരോഗ്യമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് വികസനം എന്ന് ചോദിച്ചിട്ടുണ്ട്. പഴയിടത്തിൻ്റെ പ്രസക്തി ഈ ദിവസങ്ങളിലെല്ലാം 35,000 പേരാണ് കൊല്ലത്ത് ഒരു ദിവസം രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. ഈ ഒരാളിൻ്റെ ആ കാർമ്മികത്വത്തിൽ ഇത്രയും ഗംഭീരമായിട്ട് ആളുകൾ തിരക്കി വരികയാണ്. ഇതിപ്പം ആമാശയം ഹൈജാക്ക് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇദ്ദേഹത്തിൻ്റെ കസ്റ്റഡിയില്ല. അതെ, ഇദ്ദേഹം എന്തോ വിചാരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് പെർഫോമൻസ്, ഇദ്ദേഹത്തിൻ്റെ കയ്യിലാണ് സംഘാടക സമിതി, എല്ലാം തന്നെ കൊല്ലത്തിൻ്റെ ഹൃദയസ്പന്ദനം ഏറ്റെടുക്കാൻ പോകുന്ന ഒരു അദ്ദേഹമാണ്. പല കമ്മിറ്റികളും നമ്മൾ ഉദ്ഘാടനം ചെയ്തു. എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയാൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു പായസമുണ്ടാകും, കുമ്പളങ്ങ പായസമുണ്ടാകും. അവിടെ വെച്ച് നമുക്ക് ടേസ്റ്റ് ചെയ്ത് തുടങ്ങാം. ഈ 4-5 ദിവസത്തേക്ക് ഇനി അദ്ദേഹം ആകട്ടെ നമ്മളെ നയിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്രമാത്രം ഉത്തരവാദിത്തപ്പെട്ട ഒരു ജോലിയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം. അത്രമാത്രം ബൃഹത്തായ ഒരു അനുഭവമാണ്. എല്ലാവരെയും സംതൃപ്തരാക്കുക, സന്തോഷിപ്പിക്കുക. അത് ഇപ്രാവശ്യം പോലുള്ള ടേസ്റ്റ് എല്ലാവരും നാവില് പലർക്കും പല രുചിയാണ്. എല്ലാവരുടെയും നാവിലേക്ക് ഒരൊറ്റ രുചിയിലേക്ക് അങ്ങ് എന്ത് മന്ത്രമാണ് ഈ ഇതിനകത്ത് നടപ്പിലാക്കുന്നത്? ഒരു മന്ത്രവുമില്ല, ഡെഡിക്കേഷൻ മാത്രം. അതായത് നമ്മൾ കൊടുക്കുന്ന ഭക്ഷണം മനസ്സുകൊണ്ട് അറിഞ്ഞു കൊടുക്കുക. അത് കഴിക്കുന്ന ആൾക്ക് ഒന്നും സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന. അതിൽ നിന്നുണ്ടാകാവുന്ന ഒരു ഗ്രേസ് ഉണ്ട്, അതെല്ലാ ആൾക്കാരിലേക്കും ട്രാൻസ്ഫോം ചെയ്യപ്പെടും. ആലപ്പുഴയിൽ എല്ലാം, അതായത് കേരളത്തിന് അങ്ങേയറ്റം സാമ്പത്തികമായി എല്ലാം തകർന്നിരിക്കുന്ന ഒരു സമയം. ആ സമയത്ത് ആലപ്പുഴയിൽ അങ്ങേക്കൊപ്പം ഞാനും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം കിടന്ന കഷ്ടപ്പാട് വളരെ കുറവാണ്. പക്ഷേ വിഭവസമൃദ്ധമായി തന്നെ ആർക്കും പട്ടിണിയൊന്നുമില്ല, ഒന്നുമില്ല. പരമാവധി കുറച്ച് ഐറ്റം കൊണ്ട് പരമാവധി സദ്യ ഒരുക്കിയ ഒരു മനുഷ്യനാണ്. അത് ഓർമ്മയുണ്ടോ? തീർച്ചയായിട്ടും ഓർമ്മയുണ്ട്. അത് അന്ന് സർക്കാരിന് അതിൻ്റെ അകത്ത് ഫണ്ട് ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോൾ അന്ന് ഫുഡ് കമ്മിറ്റി കൺവീനറോട് ഞാൻ പറഞ്ഞിരുന്നു, ഇത്ര വർഷങ്ങളായിട്ടും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഈ വർഷത്തെ ഭക്ഷണം ഞങ്ങൾ ഫീസ് ഇല്ലാതെ തന്നെ ഞങ്ങൾ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളന്ന് വരദരാജൻ സാർ വന്നു കഴിഞ്ഞു. ഇദ്ദേഹം എൻ്റെ ഒരാശയവും ആമാശയവുമാണ് കേട്ടോ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിൻ്റെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്നെ സഹായിച്ച വ്യക്തിയും, പേഴ്സണലായിട്ടല്ല, KSFE എന്ന പ്രസ്ഥാനത്തിലൂടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്ന ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അമരക്കാരനാണ്. നന്ദിയുണ്ട്. എന്നോടൊരിക്കൽ കോഴിക്കോട് വെച്ച് പറഞ്ഞിരുന്നു, എന്തായാലും വരണമെന്ന് പറഞ്ഞിരുന്നു. നന്ദിയുണ്ട്. ഒന്നതിൽ വാക്കുകൾക്ക് മറുപടിയില്ലേ? ഇല്ല, ഞാനൊക്കെ കോഴിക്കോട് വെച്ച് ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്രാവശ്യത്തെ യുവജനോത്സവം നമ്മൾ തന്നെ വന്ന് നടത്തണം, നല്ല സുന്ദരമായ പായസം ഞങ്ങൾക്ക് കുടിക്കണം. അപ്പോൾ പറഞ്ഞു, ആലോചിക്കാം. എനിക്ക് ഒരു കാര്യം പറയാം, ഭക്ഷണപ്രിയനാണ്. ആലോചിക്കാം, വേണ്ടത് ചെയ്യാമെന്ന് അന്ന് പറയുകയും ചെയ്തു. ആ ഉറപ്പ് പാലിച്ചതിൽ എനിക്ക് ഏറ്റവും അധികം അഭിമാനവും സന്തോഷവും ഉണ്ട്. ഞങ്ങൾ എത്രയോ വർഷക്കാലത്തെ പരിചയമുള്ള ആളുകളാണ്.
അവസാനമായിട്ട് എനിക്ക് പറഞ്ഞ് നിർത്താനുള്ള ഒരു കാര്യം, ഇപ്പോൾ രാജ്കുമാർ ചോദിച്ചു എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു മാജിക് എന്താണെന്ന്. അത് നമ്മളൊരു സിനിമയിലൂടെ തിലകേട്ടനും ദുൽഖറുമായിട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ദുൽഖർ ഉസ്താദ് ഹോട്ടലിൽ തിലകേട്ടൻ്റെ അടുത്ത് ചോദിക്കും, ഈ ചേരുവകളെല്ലാം ഒരേപോലെ തന്നെയാണ്, പിന്നെന്താ ഉപ്പപ്പാ ഈ നിങ്ങൾ വെക്കുമ്പോൾ മാത്രം ഇത്ര ടേസ്റ്റ് എന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്ന ഒരു വളരെ വലിയ പ്രസക്തമായൊരു ഡയലോഗുണ്ട്. എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ കുറച്ച് മുഹബത്തോട് അതിനകത്ത് എടുത്തിടും, അതാണ് ഈ ടേസ്റ്റ് എന്ന് പറഞ്ഞ്. അപ്പോൾ ആ മുഹബത്താണ് ഈ പഴയിടത്തിൻ്റെ മാജിക്ക്. താങ്ക് യു. അപ്പോൾ നമ്മുടെ കലയുണ്ട്, ധനകാര്യമുണ്ട്, നമ്മുടെ ആഹാരമുണ്ട്, നമ്മുടെ ആരോഗ്യം, ഇത് 3 പേരും ചേർന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ കലോത്സവത്തിന് തുടക്കം കുറിക്കുന്നത്. ക്യാമറാമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.